സർവാരാധ്യനാം ദൈവം സ്തുതിക്കു യോഗ്യൻ, സർവാരാധ്യനാം ദൈവം സ്തുതിക്കു യോഗ്യൻ. എന്നേക്കും ജീവിക്കുന്നതാൽ നമുക്കൊന്നാം വാഴ്ത്താം പുകഴ്ത്താം, വാഴ്ത്താം പുകഴ്ത്താം. എന്നേക്കും ജീവിക്കുന്നതാൽ നമുക്കൊന്നാം വാഴ്ത്താം പുകഴ്ത്താം, വാഴ്ത്താം പുകഴ്ത്താം. സർവാരാധ്യനാം ദൈവം സ്തുതിക്കു യോഗ്യൻ. വല്ലഭനേകൻ നല്ലവൻ നാഥൻ, നമുക്കായി പ്രപഞ്ചത്തെ സൃഷ്ടിച്ചൊരുക്കി. വല്ലഭനേകൻ നല്ലവൻ നാഥൻ, നമുക്കായി പ്രപഞ്ചത്തെ സൃഷ്ടിച്ചൊരുക്കി. ഭൂമിയെ അണിയിച്ചൊരുക്കി പാർപ്പിനായിട്ട്, സകലത്തെയും വാഴുവാൻ നമ്മെ അനുഗ്രഹിച്ച. ഭൂമിയെ അണിയിച്ചൊരുക്കി പാർപ്പിനായിട്ട്, സകലത്തെയും വാഴുവാൻ നമ്മെ അനുഗ്രഹിച്ച. സർവാരാധ്യനാം ദൈവം സ്തുതിക്കു യോഗ്യൻ, സർവാരാധ്യനാം ദൈവം സ്തുതിക്കു യോഗ്യൻ. വീണെടുപ്പിനായി കർത്തൻ നല്ലിടയനാം, ആപത്തിലവതരിച്ചൊരു ഭക്തഗണത്തെ. വീണെടുപ്പിനായി കർത്തൻ നല്ലിടയനാം, ആപത്തിലവതരിച്ചൊരു ഭക്തഗണത്തെ. നരകപാതാളത്തെ തടുത്തു വീണ്ടെടുത്തു, മൃത്യുസ്വർഗ്ഗേ പോയ രാജൻ വീണ്ടും വരുന്നതാം. നരകപാതാളത്തെ തടുത്തു വീണ്ടെടുത്തു, മൃത്യുസ്വർഗ്ഗേ പോയ രാജൻ വീണ്ടും വരുന്നതാം. സർവാരാധ്യനാം ദൈവം സ്തുതിക്കു യോഗ്യൻ, സർവാരാധ്യനാം ദൈവം സ്തുതിക്കു യോഗ്യൻ. എന്നേക്കും ജീവിക്കുന്നതാൽ നമുക്കൊന്നാം വാഴ്ത്താം പുകഴ്ത്താം, വാഴ്ത്താം പുകഴ്ത്താം. എന്നേക്കും ജീവിക്കുന്നതാൽ നമുക്കൊന്നാം വാഴ്ത്താം പുകഴ്ത്താം, വാഴ്ത്താം പുകഴ്ത്താം. സർവാരാധ്യനാം ദൈവം സ്തുതിക്കു യോഗ്യൻ. ഇവിടെ ഇന്നത്തെ വാക്യം 118 സങ്കീർത്തനം 1-ാം വാക്യം. അപ്പോൾ തന്നെ അതേ വാക്യം അടങ്ങിയതാണ് 136 സങ്കീർത്തനം 1-ാം വാക്യം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നിത്യനും സ്തുത്യനുമായ ദൈവം വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവമാണ്. ദൈവത്തെ നാം ഉയർത്തുമ്പോൾ ദൈവം നമ്മെ ഉയർത്തുകയും മാനിക്കുകയും ചെയ്യും. 147 സങ്കീർത്തനം സർവ്വസൃഷ്ടികളും ദൈവത്തെ സ്തുതിക്കുവാൻ ആരാധനയ്ക്ക് ആഹ്വാനം ചെയ്യുന്ന സങ്കീർത്തനമാണ്. അതിൻ്റെ 12-ഉം 13-ഉം വാക്യത്തിൽ നാം കാണുന്നത് യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ എന്നാണ്. അവൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത്, അവൻ്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കുന്നു. ഈ ലോകത്തിലെ ആബാല വൃദ്ധം ജനങ്ങളും ഏതെല്ലാം ഭാഷയിൽ സ്തുതിച്ചാലും അത് ബദലാകത്തില്ല. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ മഹിമ അപ്രമേയമാണ്. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങുന്ന നാമം ഒരേ ഒരു നാമം, യേശു ക്രിസ്തു എന്ന നാമം മാത്രം. സ്വർഗത്തിൽ ആയിരക്കണക്കിന് 10,000 കണക്കിന് ദൂത സൈന്യങ്ങൾ അത്യുച്ചത്തിൽ അവർ പറയുന്നത് എന്താണ്? വെളിപ്പാട് പുസ്തകം നമുക്കത് കാണാൻ പറ്റും. അർക്കപ്പെട്ട കുഞ്ഞാട് പരിശുദ്ധൻ, ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് അവർ സാഷ്ടാംഗം വീണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം നമ്മുടെ രക്ഷാകരൻ കൂടിയാണ്. ഹല്ലേലൂയ. സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ യേശു കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, സ്തോത്രം ചെയ്യുന്നു, ആരാധിക്കുന്നു. ക്രിസ്തു പരമഗുരു, ക്രിസ്തു ജഗൽ ഗുരു, ക്രിസ്തു വേദഗുരു, ക്രിസ്തു വിജ്ഞാന ഗുരു, ക്രിസ്തു ദൈവപുത്ര, ക്രിസ്തു
സാദരം ശൃണുമേ വചനം. അതെ, ഈ രക്ഷാകരൻ അത് അത്ഭുത മന്ത്രിയാം വീരനാം ദൈവമാണ്. നീതി സൂര്യനായ രാജാതിരാജാവായ ആ കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്നു. നമുക്ക് പാടാം. കോട കോടിതൻ ദൂത സൈന്യവുമാ മേഘരൂഢനാൾ വരുന്നിതാ വിരവിൽ. തൻ പ്രിയ സുതരെ തന്നോട് ചേർപ്പാൻ വേഗം വരും യേശു മശിഹ.